എനിക്ക് പണം അത്യാവശ്യമാ. ഈ ഗോൾഡ് ജ്വല്ലറിക്ക് എത്ര രൂപ കിട്ടും? പെങ്ങളെ, ഇതെല്ലാം പിച്ചളയാണല്ലോ. വാട്ട്? ഇനി ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ എന്റെ മകൻ അഡ്മിഷൻ ശരിപ്പെടുത്തും? അന്ന് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയ സമയത്ത് ഹാൾമാർക്കിന്റെ അഞ്ചടയാളങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ നിരാശപ്പെടേണ്ടി വരില്ലായിരുന്നു. ഹോൾമാർക്ക് അടയാളം പരിശുദ്ധിയുടെ പര്യായം. എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. ഗാർഹികവും സാമൂഹികവുമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ മുറിവുകൾ ഉണക്കുക എന്നതാണ് സീതാലയത്തിന്റെ ലക്ഷ്യം. സംസ്ഥാന ഹോമിയോപ്പതി വിഭാഗമാണ് സീതാലയം എന്ന ആശയത്തിന് തുടക്കമിട്ടതെങ്കിലും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ 3,80,00,000 രൂപ അധിക സഹായത്തോടെ ഇന്ന് 14 ജില്ലകളിൽ സീതായനം പദ്ധതി വ്യാപിച്ചു കഴിഞ്ഞു. സീതാലയത്തെ സംബന്ധിച്ച് ഇന്നിവിടെ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുവാൻ നമ്മോടൊപ്പമുള്ളത് കേരള സംസ്ഥാന ഹോമിയോ ഡയറക്ടർ ഡോക്ടർ ശ്രീമതി ജമുന, മലപ്പുറം ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ റംലത്ത്, കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ ശ്രീലേഖ, കോട്ടയം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ മായ എസ് രാജപ്പൻ, സീതാലയം പദ്ധതിയുടെ കേരള സംസ്ഥാന നോഡൽ ഓഫീസർ ഡോക്ടർ ബാലചന്ദ്രൻ നായർ, തിരുവനന്തപുരം ഹോമിയോ കരകുളം ആശുപത്രിയിലെ ഡോക്ടർ അനിൽ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ശ്രീമതി സരള എന്നിവരാണ്. സാധാരണ ഇപ്പോൾ കുട്ടികൾക്കെല്ലാം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളാകുമ്പോൾ പല കുട്ടികൾക്കും ഉറക്കമില്ല. ഉറക്കമുള്ളവർക്ക് ആഹാരം വേണ്ട, ആഹാരം വേകുന്നവർക്ക് സമയത്ത് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. പൊതുവായി ഈ പ്രശ്നങ്ങൾക്ക് എന്താണ് ഒരു പരിഹാരം? സീതാലയത്തിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് പരിഹാര നിർദ്ദേശമുണ്ടോ? പരിഹാരമുണ്ട്. അവർക്ക് പഠനത്തിന്റെ രീതി പറഞ്ഞു കൊടുക്കുക. പരീക്ഷ അടുക്കുമ്പോൾ ആ സമയത്ത് പെട്ടെന്നിരുന്ന് വെപ്രാളപ്പെട്ട് പഠിക്കുന്നതിന് പകരം നേരത്തെ മുതൽ ചിട്ടയോടുകൂടി പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക. അതേമാതിരി കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ് ഈ ഒരു അഡോളസൻസിൽ ഉണ്ടാകുന്ന പ്രധാന വിഷയം. കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് ധൈര്യമാണല്ലോ. ധൈര്യവും നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ അറിയാം. അപ്പോൾ അത് നമ്മൾ പേടിക്കേണ്ട കാര്യമല്ല. പരീക്ഷ വരുമ്പോൾ നോളജും കറേജും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ കോൺഫിഡൻസ് ആയി. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് കോൺഫിഡൻസ് ആണ്. അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, പഠിക്കുക. പിന്നെ ശാരീരികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അധികമായിട്ടുള്ള ഉറക്കമാണ് കുട്ടികളിൽ പ്രധാനമായിട്ടും പിന്നെ പാരന്റ്സ് പരാതി പറയുന്നത്. കുട്ടികളും അത് തന്നെയാണ്. പുസ്തകം എടുത്ത് വെച്ചിരുന്നാൽ ഉറങ്ങും, ക്ലാസ്സിൽ നല്ലോണം ശ്രദ്ധിച്ചിരുന്നാൽ അപ്പൊ കൂടുതൽ ഉറങ്ങിപ്പോവും. നേരത്തെ എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങിയാലും ഉറങ്ങും. അപ്പൊ ഈ കൂടുതൽ ഉറക്കം ആവശ്യമുള്ള ഒരു സമയമാണ് അഡോളസന്റ് ഏജ്. കൃത്യമായി ഒരു 6-7 മണിക്കൂർ ഉറക്കത്തിനുള്ള സമയം മാറ്റിവെച്ച് ബാക്കിയുള്ള സമയം കൃത്യനിഷ്ഠതയോടുകൂടി പഠിക്കുക. പിന്നെ ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്ന കാലഘട്ടമാണ് ആദ്യമായിട്ട് മെൻസസ് ഉണ്ടാവുക. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ അഡോളസന്റ് ഏജിൽ വരുന്നതായതുകൊണ്ട് അതിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കുക. പിന്നെ പോഷകാഹാരക്കുറവ് പ്രധാനമായിട്ടും വരുന്ന ഈ സമയത്ത് ശാരീരിക ഘടന മാറ്റം വരുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ശരീരത്തിന്റെ മുഴുപ്പും വളർച്ചയും വരുമ്പോൾ അവരതെങ്ങനെ ഒതുക്കി വെക്കാനാണ് ആ പ്രായത്തിൽ നോക്കുക. നേരെ മറിച്ച് മെച്ചുറായി കഴിഞ്ഞ് വലിയ ആളുകൾക്ക് ശാരീരിക വളർച്ച കുറവായി പോകുമ്പോഴാണ് വല്ലാതെ വൈഷമ്യം. ഈ സമയത്ത് ഇത് വളർച്ച കൂടി വരുന്നത് കാരണം പല കുട്ടികളും ആഹാരം കുറച്ച് സ്ലിം ആവാൻ വേണ്ടി നോക്കും. അപ്പൊ ഈ പോഷകാഹാരക്കുറവും അവർക്ക് ക്ഷീണം, ഉറക്കം, അതുപോലുള്ള കാര്യങ്ങൾ സ്ലിം ആകാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് പഠനത്തില് വല്ലാതെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റൂല, ക്ഷീണം സംഭവിച്ചു. ഇതുപോലെ പല പല സാഹചര്യങ്ങളുണ്ട് ഈ അഡോളസന്റ് ഏജിൽ. പിന്നെ ഈ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഡോക്ടർ പറയുന്നു നിങ്ങൾ 7 മണിക്കൂർ ഉറങ്ങണം, അല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നു. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുതിയ രീതി അനുസരിച്ച് എല്ലാ കുട്ടികളും എൻട്രൻസ് എഴുതണം. ഈ അഡോളസൻസ് ഏജിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. സ്കൂളിൽ പോകണം, അത് കഴിഞ്ഞ് ട്യൂഷന് പോകണം, പിന്നെ ഹോംവർക്ക് ചെയ്യണം, പിന്നെ അത്യാവശ്യം വരുന്ന മറ്റ് സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെട്ടില്ലെങ്കിൽ കൂടിയും കുട്ടികൾക്ക് ആവശ്യത്തിന് സമയമില്ല.
അങ്ങനെ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ഒരു കുട്ടിയെ മാത്രം ഒരു രക്ഷകർത്താവ് ഇത്തരത്തിൽ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾ കൃത്യമായി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയാൻ കഴിയുമോ? സർ, ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ ഒരു പരീക്ഷ പേടി എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. ഇപ്പോൾ ഒരു എൻട്രൻസ് സെന്ററിൽ കോച്ചിങ്ങിന് പോകുന്ന എല്ലാ കുട്ടികളും ഒരുപോലെയുള്ള ടെൻഷനാണ് അഭിമുഖീകരിക്കുന്നത്. പക്ഷെ അത് ചില കുട്ടികൾ വേറെ തരത്തിലാണ് എടുക്കുന്നത്. എല്ലാ കുട്ടികൾക്കും വിഷാദരോഗമോ ആങ്സൈറ്റി ഡിസോർഡറോ വരുന്നില്ല. അപ്പോൾ ഹോമിയോപ്പതി ചികിത്സാ രീതി അനുസരിച്ച് ആ കുട്ടിയുടെ പ്രത്യേകതകൾ അനുസരിച്ചായിരിക്കും ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ പ്രത്യേകതകൾ എടുത്തിട്ട് അതിനുവേണ്ട മരുന്നാണ് ആദ്യം കൊടുക്കുന്നത്. ഏതൊരു ഹോമിയോപ്പതി ചികിത്സാ കേന്ദ്രവും പോലെ സീതാലയവും ചികിത്സാ കേന്ദ്രമാണ്. അപ്പോൾ ആദ്യം അതിന് ഹോമിയോപ്പതി മരുന്നുകൾ കൊടുത്തിട്ട് ആ കുട്ടിയുടെ അപ്പോഴുള്ള അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നീടാണ് അതിനുള്ള കാരണം, തക്കതായ കാരണം വേറെ വല്ലതും ഉണ്ടാവും. ചിലപ്പോൾ ലവ് അഫെയർ പ്രേമ നൈരാശ്യം അതാവാം, അതും അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ചെയ്യുന്നതുണ്ടാവാം, ഇതല്ലെങ്കിൽ കുട്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഫോണിലൂടെയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ചാറ്റിലൂടെയോ എന്തെങ്കിലും കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളാവാം. എന്ത് തന്നെയാണെങ്കിലും രണ്ടാമതാണ് കാരണങ്ങൾ കണ്ടെത്തിയിട്ട് അതിനുള്ള മറ്റു പരിഹാരങ്ങൾ കണ്ടെത്തുന്നത്. ഈ ഫോൺ, ഇന്റർനെറ്റ് ചാറ്റിംഗ് ഇതൊക്കെ ഇപ്പോൾ സ്വാഭാവികമായി എല്ലായിടത്തും പറഞ്ഞ് കേൾക്കുന്നതാണ്. ഗ്രാമപ്രദേശത്തെ കുട്ടികളിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലെങ്കിലും നഗരപ്രദേശങ്ങളിൽ ഇതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ ഇന്റർനെറ്റും ഈ ചാറ്റിങ്ങും ഒക്കെ എങ്ങനെയാണ് ഈ കുട്ടികളുടെ ഭാവിയെ ദോഷകരമായി ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് പറയാൻ കഴിയുമോ? വളരെ അധികം പേരൻസിനും അധ്യാപകർക്കും കുട്ടികൾക്ക് തന്നെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവരുടെ സമയം നഷ്ടപ്പെടും. അതിൽ നിന്നുണ്ടാകുന്ന മറ്റ് സമ്മർദ്ദങ്ങൾ, ഈ ലവ് അഫെയേഴ്സ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ വന്നിട്ട് അവർക്ക് ചെറിയ പ്രായമാണ്, അവർക്കതൊന്നും താങ്ങാനുള്ള ആ ഒരു മാനസിക പരുവം എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള മാനസിക സംഘർഷങ്ങൾ അതൊക്കെ അവരുടെ പഠനത്തെയും മറ്റ് വൈകാരിക കാര്യങ്ങളിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഇത് വളരെയധികം നിയന്ത്രിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ സീതാലയത്തിൽ വരുന്ന കുട്ടികൾ ഇപ്പോൾ പല പ്രായത്തിലുള്ളവർ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രായമാണ് കൗമാരപ്രായം. അവർക്കായി കൗമാരക്കാർക്ക് വേണ്ടിയായി എന്തെല്ലാം പ്രത്യേകതരം രീതികളാണ്, ചികിത്സാ രീതികളാണ് സീതാലയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? സീതാലയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി വരുന്ന മാനസികമായ പ്രയാസങ്ങൾക്ക് അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ സംവിധാനമാണ്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ കൗമാരക്കാരായ പെൺകുട്ടികളെ നമ്മൾ പ്രത്യേകിച്ച് പരിഗണിച്ച് അവിടെ ഒരു സംവിധാനം നമ്മൾ നിലവിൽ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ പോലും സീതാലയത്തിൽ ഏറ്റവും കൂടുതൽ സേവനവുമായി ബന്ധപ്പെട്ട് വരുന്നത് കൗമാരക്കാരായ കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളാണ്. ഇപ്പോൾ ഒരു കൗമാരക്കാരിയായ ഒരു കുട്ടിക്ക്, പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ആ കുട്ടിയുടെ അമ്മയ്ക്ക്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ അമ്മയാണത് ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ ആ അമ്മയിലൂടെ നമ്മൾ ആ കുട്ടിയെ അവിടെ എത്തിക്കുകയാണ്. അപ്പോൾ സീതാലയത്തെ സംബന്ധിച്ചിടത്തോളം അപ്പം നമുക്കറിയാം, ഒരു മാതാവിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ മക്കളിൽ കൂടി അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അത് ആൺകുട്ടിയായാലും, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ മകനെക്കുറിച്ച് അവർ പറഞ്ഞു, അപ്പം മകനായാലും മകളായാലും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് നമ്മൾ ഈ സംവിധാനത്തിലേക്ക് എത്തിക്കുന്നത് മാതാപിതാക്കൾ മുഖാന്തരമാകാം, അല്ലെങ്കിൽ നേരിട്ടും നമുക്കാകാം. അത്തരത്തിൽ ഈ അഡോളസൻ്റ് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൗമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടി ഹോമിയോപ്പതി വകുപ്പിൽ തന്നെ പുതിയൊരു സംരംഭം നാം തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയോടനുബന്ധിച്ച് അഡോളസൻ്റ് ഹെൽത്ത് കെയർ സെൻ്റർ എന്നുള്ള ഒരു സംവിധാനം നിലവിൽ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ കഴിഞ്ഞ കുറേ കാലമായി നടന്നു വരുന്ന ഒരു പ്രോഗ്രാമാണ് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം. അത് 8, 9, 10 തലത്തിലുള്ള സ്കൂൾ കുട്ടികളുടെ മാനസികമായ പ്രയാസങ്ങളെ അപഗ്രഥിക്കുന്നതിനും അതിനു വേണ്ടുന്ന ചികിത്സ നൽകുന്നതും ആയ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ 28 സ്കൂളുകളിൽ ആ സംവിധാനം നിലവിലുണ്ട്. അവിടെ വരുന്ന കൗമാരക്കാരായ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളെല്ലാം പരിഗണിച്ച് അവർക്ക് വേണ്ടുന്ന ചികിത്സയും കൗൺസിലിംഗ് ആവശ്യമുള്ള കുട്ടികളെ സീതാലയം സെൻ്ററിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം നിലവിൽ തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഇപ്പോൾ വളരെ വിവാദമായ ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ വിവാദത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടി ശാസ്ത്രീയമായി പരിശോധിക്കുമ്പോൾ ഈ സ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം ആവശ്യമാണോ വേണ്ടേ എന്നുള്ളത് എന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്.
ഈ സീതാലയം പദ്ധതിയിലൂടെ നാം വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൗമാരക്കാരായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ ഒരു വിദ്യാഭ്യാസം ആവശ്യമാണ് എന്ന് കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിലൂടെ ബോധ്യമായിട്ടുണ്ടോ? തീർച്ചയായും. അതിനകത്ത് നേരത്തെ പറഞ്ഞ കൗമാരപ്രായം എന്ന് പറയുന്നത് അവരെ ഒന്ന് കുട്ടിയുമല്ല മറ്റേത് അഡൽറ്റും ആയിട്ടില്ലാത്തൊരു സമയമാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ആശങ്കകളും ഒരുപാട് സംശയങ്ങളും കാണും. അപ്പോൾ പ്രത്യേകിച്ച് ലൈംഗിക കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ വളർച്ച അവരുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേക സ്റ്റേജിലോട്ട് പോവുകയാണ്. അതുപോലെ പല കാര്യങ്ങളും അറിയാനുള്ള താല്പര്യങ്ങൾ ഇതൊക്കെ ഒരുപാടുണ്ട്. ഇന്ന് അതിനുള്ള സാഹചര്യം വിവര സാങ്കേതിക വിദ്യകളുടെ സാഹചര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണോ വേണ്ടിയെന്ന് നോക്കുമ്പോൾ എന്ത് കൊടുക്കണം, അതെങ്ങനെ കൊടുക്കണം, അതാണൊരു വിഷയം. അപ്പോൾ നല്ല രീതിയിലുള്ള, അതായത് വളരെ അപഗ്രഥിച്ച് ശാസ്ത്രീയമായ രീതിയിൽ അവര് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, മനസ്സിലാക്കേണ്ട തലങ്ങൾ, അത് മനസ്സിലാക്കുന്ന രീതി, ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു പഠനം നടത്തി ഒരു വളരെ കൃത്യമായ ലൈംഗിക വിദ്യാഭ്യാസം വളരെ ആവശ്യമാണ്. അത് ഫ്രെയിം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. അത് ഒരു ലൈംഗിക വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അതൊരു ചടങ്ങാക്കുന്നതിലുപരി കൃത്യമായ ശാസ്ത്രീയമായ രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ അനിവാര്യം തന്നെയാണ്. ഇപ്പോൾ കേരളമെന്നോ ഇന്ത്യയെന്നോ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളുടെ പേരല്ലാതെ ഗ്ലോബലൈസേഷൻ്റെ കാലമാണ്. ലോകത്തെവിടെ എപ്പോൾ നടക്കുന്നത് നമുക്ക് വിരൽത്തുമ്പിൽ തന്നെ കാണുവാൻ കഴിയും, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടുത്തെ കുട്ടികൾക്ക് അതിനുള്ള സാധ്യതകളുള്ള സമയത്ത് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നു ഇനി ഏത് തലത്തിൽ എങ്ങനെയാണെന്ന് ശാസ്ത്രീയമായി അപഗ്രഥിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്ന് കാലഘട്ടത്തിന് യോജിച്ചതാണോ? അത് യോജിച്ചതാണ്. അതായത് ഒരു കുട്ടിയുടെ, ഇപ്പൊ നമ്മൾ പറയും ഒരു കുട്ടിയുടെ വയറിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കൊടുക്കാവൂന്ന് പറയും. അതേപോലെ തന്നെ കുട്ടിക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ മാത്രമേ നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ മലപ്പുറത്ത് തന്നെ ഞങ്ങൾ ചെറിയ കുട്ടികൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ലൈംഗിക അതിക്രമം നടക്കുന്നത് ചെറിയ കുട്ടികളുടെ നേരെയാണ്. 4 വയസ്സ്, അതായത് ഇപ്പൊ ഒരു 8 മാസം, ഇപ്പൊ അടുത്ത പേപ്പറിൽ കണ്ട് 8 മാസം പ്രായ ഒരു കുട്ടിയെ വരെ ഇങ്ങനെ ആയിട്ടുണ്ടെന്ന്, ലൈംഗിക അതിക്രമത്തിന് വിധേയമായിട്ടുണ്ടെന്ന്. അപ്പൊ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ലൈംഗികമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങളത് പ്ലാൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പൊ ആ കുട്ടികൾക്ക് ഏത് ലെവലിൽ കൊടുക്കണം, അത് നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും അവരോട് പറയാൻ പറ്റില്ല, അവർക്കത് മനസ്സിലാക്കാനും പറ്റില്ല. പക്ഷെ അവർക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ ശരീരത്തിൽ ആരും സ്പർശിക്കാൻ പാടില്ലാത്ത ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണം, അതും നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം കുട്ടികൾക്ക്. അപ്പൊ അത് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യം തന്നെയാണ്. ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കണം. പക്ഷെ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള വിദ്യാഭ്യാസം വേണം കൊടുക്കാൻ.